താൻ 2 കൊലപാതകങ്ങൾ നടത്തിയെന്ന് പറഞ്ഞ വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ പോലീസിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. 1986-ലെയും 89-ലെയും രേഖകൾ ആവശ്യപ്പെട്ട് RDO കോടതിയെ സമീപിച്ചു. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേർന്നു. സമീർ, ശരിക്കും ഇദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങളില്ല എന്ന് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നമ്മോട് പറഞ്ഞിരുന്നു. അതായത് ഒരു സൈക്കാട്രിസ്റ്റ് അല്ല എന്ന കാര്യം നമ്മൾ വീണ്ടും ഓർമ്മിക്കണം. എന്നാൽ മറ്റു വിവരങ്ങൾ എന്താണ് ഇതിൻ്റെ അപ്ഡേറ്റ്? സമീർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കെൻ. 1986-ൽ കൂടരഞ്ഞിൽ വെച്ചുകൊണ്ട് യുവാവിനെ വെള്ളത്തിലേക്ക് ചവിട്ടി വീഴ്ത്തി കൊലപ്പെടുത്തി എന്നാണ് മുഹമ്മദ് അലി ആദ്യം വെളിപ്പെടുത്തിയത്. അതിനു പിറകെ 1989-ൽ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ചുകൊണ്ട് താനും കഞ്ചാവ് ബാബു എന്നറിയപ്പെടുന്ന സുഹൃത്ത് ബാബുമൊത്ത് മറ്റൊരു യുവാവിനെ കൊലപ്പെടുത്തി എന്നും മുഹമ്മദ് അലി വെളിപ്പെടുത്തിയിരുന്നു. ഈ 2 കേസിൻ്റെയും അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഈ മൊഴികൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ അതുകൊണ്ടായില്ല. ഈ കേസിൻ്റെ തുടരന്വേഷണത്തിന് അതിനെ വ്യക്തമാക്കുന്ന തെളിവുകൾ ആവശ്യമാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അന്ന് കേസ് അന്വേഷിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ അന്ന് ഇൻക്വസ്റ്റ് നടത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ആരായുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കൂടരഞ്ഞി പോലീസ് വൈകാതെ തന്നെ കൊച്ചിയിലെത്തും. അന്നത്തെ കൂടരഞ്ഞിയിൽ ഉണ്ടായിരുന്ന ആ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള തോമസ് ആണ് അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത്. അത്തരം പശ്ചാത്തലത്തിലാണ് തോമസിൻ്റെ മൊഴിയെടുക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ തേടുന്നതിനായിക്കൊണ്ട് അന്വേഷണ സംഘം കൊച്ചിയിലെത്തുന്നത്. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, വെള്ളയിൽ സ്റ്റേഷനിലുണ്ടായിരുന്ന CI റിട്ടയർഡ് SP സുഭാഷ് ബാബുവാണ് അന്ന് നടക്കാവ് സ്റ്റേഷനിലുണ്ടായിരുന്ന CI. അദ്ദേഹം ഈ കേസിൻ്റെ ഒരു ഘട്ടം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സുഭാഷ് ബാബുവിൻ്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത്. ഈ 2 കാലയളവിൽ ഇയാൾ പറയുന്ന ഈ 2 കാലയളവുകൾ 39 വർഷവും അതുപോലെ 36 വർഷവും ഈ 2 കാലയളവിൽ ഉണ്ടായിട്ടുള്ള കൊലപാതകങ്ങൾ സംബന്ധിച്ച് മരണങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ ഇതിൻ്റെ രേഖകൾ സൂക്ഷിക്കുന്ന RDO കോടതിയിലേക്കും ഇതിൻ്റെ അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ രേഖകൾ ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും തുടർന്നുള്ള കാര്യങ്ങളുമായിട്ട് അന്വേഷണ സംഘം മുന്നോട്ട് പോകുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, SKN സൂചിപ്പിച്ചതുപോലെ ഇയാളുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. എന്നാൽ അത്തരം ഒരു ശാസ്ത്രീയ പരിശോധന കൂടി ഉണ്ടാകും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഏതായാലും ഈ മരിച്ച വ്യക്തികളെ കണ്ടെത്തുന്നതിനും ഒപ്പം തന്നെ ഇതിൻ്റെ തുടർന്നുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘം ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. SKN. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം സമീർ സി മുഹമ്മദാണ്.